അന്നപൂർണേശ്വരിയ തൊഴുതോളൂ. ഇതെന്താ വീടിനുള്ളില് അമ്പലം? തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായങ്ങളും വിശ്വാസവും. ഇവിടെ വരുന്ന ഓരോ ആളും ഞങ്ങളുടെ അതിഥിയാ. ഓ, അതിഥി ദൈവത്തെ പോലെ. ഇന്നത്തെ അതിഥി ഇയാളാ. വന്നാട്ടെ. മുത്തശ്ശന്റെ പൊന്നുമക്കൾ എത്തിയോ? വാ. നിങ്ങൾ എപ്പോ വന്നു? കുറച്ചു നേരം. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ, കോവിലിലെ പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം ശ്രീരാമന്റെ അനുഗ്രഹം മോളെ. ഇതെന്റെ മൂത്ത മോന്റെ ഭാര്യ മുത്തുമണി. എവിടെ പോയി? എന്താ നോക്കുന്നേ? അല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട്. ഇവിടെ മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണം കണ്ടപ്പോ അത്ഭുതം തോന്നി. പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യ ഞങ്ങളുടേത്. ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും. എന്താ പറയുന്നേ സാറേ? ഇത് വീടോ കൊട്ടാരോ? ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ? ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ്ടി വരും ഓരോ റൂമിലേക്ക്. ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാമചന്ദ്രൻ. സാറല്ല സഹായം. കൃഷ്ണമോളെ അവിടെ മോളിലുണ്ട്. അവളെ വിളിക്കേ. കൃഷ്ണ, കൃഷ്ണ, ദേ വരുന്നമ്മ. ദേ വിളിക്കുന്നു, വേഗം ചെല്ലേ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് അച്ചിത്തപ്പേര്. എഴുന്നേറ്റേ. കണ്ടില്ലേ ടോക്കൊന്ന് ഉറപ്പായി കാണിക്കുന്നേ. കൃഷ്ണ ചെല്ലേ. രാമു, ഹായ്. what a surprise. രാമു എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആളെ മനസ്സിലായോ? ഈ രാമുവാ എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല, രാമു എന്താ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ? ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയിലെ. പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. താങ്ക് യു. ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നത്? ഒരു സഹായം. ഈ ബുക്കൊന്ന് കളഞ്ഞു പോകാൻ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ. എനിവേ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡോക്ടർ രാജീവ്. ഹലോ, ഞാൻ രാമു. ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. വന്നോളൂ. അങ്കിളെ വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മര്യാദ 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 മര്യാദ. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി. കുറച്ചുകൂടി കഴിക്കുന്നേ. അയ്യോ മതി. കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോൾ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ.
എന്ത് ലക്ഷ്യം? പറയട്ടെ, നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ. അപ്പോഴേക്കും അത് പേപ്പറിൽ വന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അടുത്ത്. സാറോ? സാറെന്താ ഇവിടെ? ആ, ഇവനെ തനിക്ക് നേരത്തെ അറിയോ? അറിയോന്നോ? ആ, ഇദ്ദേഹമാണ് വഴി ചോദിച്ച് നടന്ന് എന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാക്കിയത്. നല്ല സാറാ. ഇവൻ സൂര്യസിംഹൻ, എന്റെ മൂത്ത മോന. സൂര്യസിംഹൻ, ചന്ദ്രസിംഹൻ, സിംഗം 1 ആൻഡ് സിംഗം 2. അച്ഛാ ഒന്ന് വന്നേ. ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേടാ, നീ വന്ന് കഴിക്കേ. അച്ഛാ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴി. നീയും പാടാ. എടാ, എന്താടാ വീട്ടിലൊരു അതിഥി വന്ന നേരത്തെ ഇങ്ങനെ പെരുമാറാ? അയ്യോ, കുഴപ്പമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ട് കണ്ടാൽ മതി. എന്താ സൂര്യ, എന്താ കാര്യം? അച്ഛൻ ആദിത്യ മര്യാദയിൽ സൽക്കരിച്ചിരുത്തിട്ടുള്ളവൻ ആരാണെന്നറിയോ? അവൻ നമ്മുടെ അതിഥിയല്ല. ഇളയച്ചനെ വെട്ടിക്കൊന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാണവൻ. ഇനി എന്ത് നോക്കി നിൽക്കുക? ആ വാളങ്ങതാ ഇപ്പൊ തന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചു മൂടിയേക്കാം. ചന്ദ്രസിംഹ വേണ്ട. വേണ്ടെന്നോ? നിന്നേക്കാ 10 ഇരട്ടി പകയുണ്ട് എനിക്ക്. ഈ തറവാടിനുള്ളിൽ രക്തം വീഴരുത്. വീണാൽ കോവിൽ അശുദ്ധമാകും. അന്നപൂർണേശ്വരി രുദ്രകാളിയായി ഭാവം മാറും. മറ്റൊന്ന്, ഒരു കാരണവശാലും എൻ്റെ അമ്മ അറിയരുത് ഇവിടെ ഒരു കൊല നടക്കാൻ പോകുന്ന കാര്യം. അറിഞ്ഞാൽ ആ ദയാദാക്ഷിണ്യത്തിൽ അവൻ രക്ഷപ്പെടും. ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. 30 കൊല്ലം കാത്തു നിന്നില്ലേ? കുറച്ചുകൂടെ ക്ഷമിക്കേ. അവൻ പടിവാതിൽ കടന്നാൽ ഉടൻ വെട്ടി അരിയണം. അവന്റെ തല വേറെ, ഉടല് വേറെ. അവന്റെ ഒരു കരച്ചിൽ പോലും അകത്ത് കേൾക്കരുത്. ചന്ദ്രസിംഹ, പറഞ്ഞേക്ക് നമ്മുടെ ആളുകളോട്. രുദ്ര, ഓ, അകത്തുള്ള അതിഥി നമ്മുടെ ആജന്മ ശത്രുവാ. അവൻ ഈ പടിവാതിൽ കടന്നാലുടൻ വെട്ടി നുറുക്കണം. ഒരൊച്ച പോലും അകത്ത് കേൾക്കരുത്. അമ്മേ, അച്ഛനോട് പറഞ്ഞ് ചിലപ്പോ നടന്നേക്കും. അമ്മ കേൾക്കണ്ട. പിന്നെ ഒന്നുമില്ലെന്നേ, പിള്ളേർക്ക് വേണ്ടിയല്ലേ. ഒന്ന് പോടാ. ഇതാര്? ഇതെന്നെ ചേട്ടനാ. ഇയാൾ എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങുമായിരുന്നു. ഓ, അവൻ എപ്പോഴും ഉറക്ക. കുംഭകർണനാ? മക്കൾ അങ്ങോട്ട് മാറിയിരിക്കെ. അച്ഛാ, രാമുവിന് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന്. ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വന്നതാ. എന്റെ അച്ഛന്റെ നാട് എവിടെയാ? ആഹാ, എന്താ മോന്റെ തറവാടിന്റെ പേര്? ആദ്യം വിഷയം പറയട്ടെ മുത്തശ്ശി. അതെ, എന്റെ ചെറുപ്പത്തില് അച്ഛനെന്റെ പേരിൽ കുറച്ച് പൈസ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിരുന്നു. ഇപ്പൊ അത് എടുക്കാൻ ചെന്നപ്പോ ആരെങ്കിലും ജാമ്യം നിൽക്കണമെന്ന്. സാറൊന്ന് വിചാരിച്ചാല്. അതിനെന്താ, തനിക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം. സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ ഒരു ഗെയിം കളിച്ചിട്ട് പോവാ. എന്ത് ഗെയിം? മക്കളെ, അങ്കിളിന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, അതുകൊണ്ടല്ലേ. കണ്ണ് കെട്ടി കളിക്കാം പ്ലീസ്. അതിപ്പോ കണ്ണ് കെട്ടിട്ടൊക്കെ. ഓക്കെ, കുട്ടികളെന്ന് പറഞ്ഞ എനിക്കൊരു വീക്ക്നെസ്സാ. ഒറ്റ ഗെയിം. ഷോ 2 എണ്ണം. കുട്ടികൾക്ക് വിഷമാവും. ഇപ്പൊ പോവാ. കണ്ണ് കെട്ടി കളി എന്ന് പറഞ്ഞ എനിക്ക് ഹര. അയാൾ ഇവിടുന്ന് പോവില്ല. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ തന്നെ കൂടും. ആരാദ്യം കിട്ടും? ചേച്ചി ഫസ്റ്റ്. ഓക്കേ, കണ്ണ് കെട്ടുന്നൊക്കെ കൊള്ളാം. അവനൊക്കെ കെട്ടിപ്പിടിക്കരുത്. ഒന്ന് പോകുന്നുണ്ട്. കൃഷ്ണ, 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 കൃഷ്ണ.
കൊച്ചേട്ടാ ഇനി കൊച്ചേട്ടൻ കൊച്ചേട്ടൻ കറക്റ്റ് സമയത്ത് തന്നെ വന്ന് പെട്ടു. കളി കളി. കൃഷ്ണ വേണ്ട വേണം ഇനി കൊച്ചേട്ടൻ. ഞാനല്ലേ പറയുന്നേ. വേണ്ടാണ് പിടി കൊടുക്കരുത് കേട്ടോ. പിടിക്കാൻ പറ്റുമോ?